മറ്റൊരു വാർത്തയിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടാനുറച്ച് ഗവർണർ വീണ്ടും. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സർക്കാർ പ്രതിനിധിയായ A. സാബുവിന്റെ ആവശ്യം ഗവർണർ തള്ളി. സർവകലാശാല സെനറ്റാണ് പട്ടിക നൽകിയതെന്നും ഒഴിവാക്കണമെങ്കിൽ സെനറ്റ് തീരുമാനിക്കണമെന്നും രാജ്ഭവന്റെ മറുപടി. ഇമെയിൽ വഴിയാണ് ഡോക്ടർ A. സാബുവിന് രാജ്ഭവൻ മറുപടി നൽകിയത്. വിജിൻ വായാന്തോട് വിശദാംശങ്ങൾ നൽകും. വിജിൻ, വീണ്ടും സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് ഗവർണർ എത്തിയതിന്റെ ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സൈഫുദ്ദീൻ അമൃത, കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം അസാധാരണ നടപടിയിലൂടെ രാജ്ഭവൻ ഇറക്കിയത്. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ ഇറക്കേണ്ട വിജ്ഞാപനമാണ് രാജ്ഭവൻ ഇറക്കിയിരിക്കുന്നത്. ഇനി രാജ്ഭവൻ തന്നെ നേരിട്ട് അപേക്ഷകൾ ക്ഷണിക്കുകയും അത് ക്രോഡീകരിക്കുകയും സെർച്ച് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്യും എന്നുള്ളതാണ് രാജ്ഭവൻ അറിയിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാർ പ്രതിനിധി, അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രതിനിധിയായ A. സാബു പിൻവാറിക്കൊണ്ടുള്ള കത്ത് നേരത്തെ തന്നെ നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഗവർണർ ഇങ്ങനെ തിരക്ക് പിടിച്ച അസാധാരണമായ ഒരു നടപടിയിലേക്കൊക്കെ കടന്നത്. സാബുവിന് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ, ഇമെയിൽ സന്ദേശത്തിൽ രാജ്ഭവൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെ സെർച്ച് കമ്മിറ്റി നിയോഗിച്ച പ്രതിനിധിക്ക് നേരിട്ട് രാജ്ഭവന് കത്ത് നൽകി പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. സെനറ്റ് തന്നെ തീരുമാനിച്ച് അക്കാര്യം അറിയിക്കണം എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ സെനറ്റ് അംഗവും ഒപ്പം തന്നെ ഗവർണറുടെ പ്രതിനിധിയും UGC പ്രതിനിധിയും അങ്ങനെ 3 പേരടങ്ങുന്നതാണ് സെർച്ച് കമ്മിറ്റി. അതിൽ നിന്നാണ് സർക്കാർ പ്രതിനിധിയായ സെനറ്റ് പ്രതിനിധി പിന്മാറിയത്. സർക്കാരിൻ്റെ തീരുമാനപ്രകാരം തന്നെയാണ് A. സാബു പിന്മാറിയത്. കാരണം ഏകപക്ഷീയമായി ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോയാൽ UGC പ്രതിനിധിയും ഒപ്പം തന്നെ ഗവർണറുടെ പ്രതിനിധിയും അവർ രണ്ടും ഒരുമിച്ച് നിന്ന് ആ പട്ടിക VC നിയമിക്കുന്നതുമായി പട്ടിക അവർക്ക് പ്രയോറിറ്റി കിട്ടുന്ന നിലയിൽ കണ്ടെത്തും എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ആശങ്കയായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെർച്ച് കമ്മിറ്റി തന്നെ അസാധുവാക്കുന്ന നിലയിലുള്ള നടപടി സ്വീകരിച്ചത്. പക്ഷേ A. സാബുവിന്റെ ആ പിന്മാറ്റ കത്ത് അത് അംഗീകരിക്കാത്തതോടുകൂടി സെർച്ച് കമ്മിറ്റിയിൽ നിലവിൽ ഇപ്പോഴും A. സാബു നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ സർക്കാരുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനാണ്. 2 മാസമാണ് VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റിക്കുള്ള കാലാവധി എന്ന് പറയുന്നത്. അതിനു മുമ്പ് സെനറ്റ് യോഗം ചേരുകയും ആ സെനറ്റ് യോഗം തന്നെ ഗവർണറെ തങ്ങൾ നൽകിയ പ്രതിനിധിയെ പിൻവലിക്കുകയാണെന്ന് അറിയിക്കേണ്ടിയും വരും. അതൊക്കെ ഏത് തരത്തിൽ സാങ്കേതികമായി നടക്കും എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയും അതിനെ മറികടന്നുള്ള ഒരു നടപടിയിലേക്ക് ഗവർണർ കടക്കുകയുമാണ് ചെയ്തത്. ഈ വിഷയത്തിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് സർക്കാരും ഗവർണറും തമ്മിൽ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാർ പ്രതിനിധിയെ പിൻവലിക്കാൻ തീരുമാനിച്ചത് ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കേണ്ട എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് അസാധാരണ നടപടിയുമായി സർക്കാരിനോട് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ഗവർണർ പ്രഖ്യാപിക്കുകയും ചെയ്തത്.